മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ധനുരാശിക്കാരുടെ വർഷം 2024 ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ആദ്യമായി ഡിസംബർ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം തീയതി അമാവാസി, 7-ാം തീയതി വിഷ്ണു സപ്തമി, 11-ാം തീയതി ഗുരുവായൂർ ഏകാദശി, 13-ാം തീയതി പ്രദോഷവ്രതം, 15-ാം തീയതി പൂർണിമ, 19-ാം തീയതി ചതുർത്ഥി, 26-ാം തീയതി സഫല ഏകാദശി, 28-ാം തീയതി പ്രദോഷവ്രതം, 29-ാം തീയതി മാസ ശിവരാത്രി, 30-ാം തീയതി അമാവാസി എന്നിവയായിരിക്കും ഈ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ. ഇനി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ബുധനും വൃശ്ചികം രാശിയിലും ശുക്രൻ ധനുരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നത്. ശുക്രൻ ഡിസംബർ 2-ാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് 28-ാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഡിസംബർ 15-ാം തീയതി ധനുരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചതയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഡിസംബർ 27-ാം തീയതി പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. ചതയം രാഹുവിൻ്റെയും പൂരുരുട്ടാതി ഗുരുവിൻ്റെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ്. ഈ സമയത്ത് തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഡിസംബർ 7-ാം തീയതി വക്രഗതിയിൽ ആകുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. 1-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവം രോഗസ്ഥാനമാണല്ലോ. അതിൻ്റെ അർത്ഥം ഗുരു ഒരു വർഷം 6-ൽ നിൽക്കുമ്പോൾ ആ സമയം മുഴുവനും നിങ്ങൾ രോഗഗ്രസ്തരായിരിക്കും എന്നല്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് മാറുകയും ചെയ്യും. എങ്കിലും ഈ സമയത്ത് കുറച്ച് പ്രീക്കോഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഉദാഹരണത്തിന് ഭക്ഷണപാനീയങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കും. ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പുകളും മറ്റും ചെയ്യുന്നതും നല്ലതായിരിക്കും. അതുപോലെ എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നതും മറ്റും പ്രശ്നങ്ങൾ ഗുരുതരമാകാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇനി ധനുരാശിയിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് 8-ാം ഭാവത്തിലാണ്. ഇത് ചൊവ്വയുടെ നീചസ്ഥാനവുമാണ്. ചൊവ്വയുടെ പൊസിഷൻ നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല. കൂടാതെ ഇവിടെ ചൊവ്വയുടെ മേൽ രാഹുവിൻ്റെ 5-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഈ സമയത്ത് വിദ്യാർത്ഥികളിൽ ഒരു അലസത വരാൻ സാധ്യതകളുണ്ട്. ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുന്നതുമായിരിക്കും. അതിനാൽ മാതാപിതാക്കൾ കുട്ടികളെ ശരിക്ക് ഗൈഡ് ചെയ്യണം. അവരുടെ ആക്ടിവിറ്റികളിൽ ശ്രദ്ധിക്കണം. ലവ് റിലേഷനിലുള്ളവരുടെ ഇടയിലും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 7-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ 12-ാം ഭാവത്തിലാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ല. അതായത്
പൊതുവെ ജ്യോതിഷത്തിൽ 3, 6, 8, 12 എന്നീ ഭാവങ്ങൾ അശുഭസ്ഥാനങ്ങളായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളും ഈ സ്ഥാനങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് 3-ൽ ശനി, 6-ൽ ഗുരു, 8-ൽ ചൊവ്വ, 12-ൽ സൂര്യൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. അതിനാൽ അതിൻ്റേതായിട്ടുള്ള പ്രഭാവങ്ങളും ധനുരാശിക്കാർക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. 5-ാം ഭാവാധിപൻ 8-ൽ, അതും നീചസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അതല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളോ മറ്റും വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യസ്ഥാനാധിപൻ സൂര്യനാണ്. സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ 12-ാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. ഇത് ഭാഗ്യസ്ഥിതികളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും ആദ്യമൊക്കെ ചില തടസ്സങ്ങളെയും നേരിടേണ്ടി വരും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ സൂര്യൻ നിങ്ങളുടെ 1-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ സ്ഥിതികളിൽ കുറച്ച് മാറ്റം സംഭവിക്കുന്നതായിരിക്കും. എങ്കിലും ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. ഇനി കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. 10-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ ഈ മാസം മുഴുവനും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത്, അതായത് 12-ാം ഭാവത്തിൽ. ഈ സമയത്ത് എല്ലാ ജോലികളും നല്ല ശ്രദ്ധയോടെ ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ. ഓഫീസിൽ ആരുമായും വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാൻ പാടില്ല. സ്വന്തം കാര്യം മാത്രം നോക്കണം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒട്ടുമേ ഇടപെടാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. കൂടുതൽ പരിശ്രമം ചെയ്യുമെങ്കിലും അതനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കുന്നതുമല്ലായിരിക്കും. ഈ സമയത്ത് ചിലവുകൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. ശുക്രൻ ധനസ്ഥാനത്ത് മിത്രരാശിയിൽ നിൽക്കുന്നത് പൈസ കുറച്ചൊക്കെ സേവ് ചെയ്യുവാൻ സഹായിക്കുന്നതായിരിക്കും. നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും റിട്ടേൺസും ലഭിക്കുന്നതായിരിക്കും. ഇതാണ് ധനുരാശിക്കാരുടെ ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.